എഴുതണ്ട ആപ്പാന്റെ മടിയിലിരുന്നിട്ട് മാസി ഫുൾ കത്തിയടിയാന്ന് ഏത് നിമിഷം അതുവരെ ഓർമ്മയില്ലേ എനിക്ക്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നല്ല അടിപൊളി പോസിറ്റീവ് എനർജിയിലാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കാലത്ത് തന്നെ 10 കിലോമീറ്റർ സൈക്കിളൊക്കെ ഓടിച്ചിട്ടാണ് വന്നത്. 10 ഓടിക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാച്ചൂന് സ്കൂളിലൊക്കെ പോകണം. അപ്പോൾ നല്ല കാലത്ത് ഓടിക്കാൻ നല്ല വൈബാണ്. അപ്പോൾ കാലത്ത് അങ്ങനെ ഓടിച്ച് അങ്ങ് പോകും. പക്ഷേ തിരിച്ച് വന്നതിന് മാച്ചൂന് പോകാൻ ലേറ്റ് അതുകൊണ്ട് വേഗം തിരിച്ച് വന്നേ. അപ്പോൾ വന്ന പാടനെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒരു സ്ഥലത്ത് പോകാൻ ഇറങ്ങിയിട്ടുള്ളത്. അത് എവിടേക്കാന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാൻ എൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ മുമ്പ് ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായി എൻ്റെ മുടി വല്ലാണ്ട് പൊഴിഞ്ഞു പോകുന്നുള്ളത്. പൊഴിഞ്ഞു പോക്ക് മാത്രമല്ല പുതിയത് വരുന്നില്ല. ആയുർവേദവും പിന്നെ അതുപോലെ തന്നെ അലോപ്പതി അങ്ങനെ എല്ലാം ട്രൈ ചെയ്തതിന് പക്ഷേ വലിയൊരു മാറ്റമൊന്നും കഴിക്കാം. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ആണെങ്കിൽ എല്ലാവരും ഈ തലയോട്ടി കാണുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല, പക്ഷെ എല്ലാവരും പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നുകൊണ്ടിരുന്നപ്പോൾ അത് എനിക്കൊരു പ്രൊഡക്റ്റ് കിട്ടിയത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. എന്തൊക്കെ കേൾക്കുമ്പോൾ തന്നെ വേഗം എനിക്ക് ടെൻഷനാകും കേട്ടോ. പക്ഷേ ഷിറു അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റാണ്. അതിനെന്തൊരു സൊല്യൂഷൻ നോക്കി നടക്കും. അങ്ങനെ നോക്കി ഇത് ഈ ഒരു പിന്നെ പ്രോഡക്റ്റാണ് എനിക്ക് പറഞ്ഞത്. വൗവിൻ്റെ സിറം. പക്ഷെ എനിക്ക് ഫോക്കസ് ആവുന്നില്ല. ഓക്കെ, വൗവിൻ്റെ സിറം ഇതും ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ 2 മാസമായി. ഇതിനോട് കൂടെ തന്നെ ഞാൻ ഹോട്ട് മസാജ് പാർലറിൽ പോയിട്ട് ഹോട്ട് മസാജും ചെയ്യലുണ്ട്. അപ്പോൾ ഏതാണ് എനിക്ക് എഫക്റ്റ് ആയതെന്നുള്ളത് കറക്റ്റ് പറയാൻ കഴിയില്ല. പക്ഷേ എന്തായാലും നല്ലൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞു മുടി കിളിർക്കാനും തുടങ്ങി. പിന്നെ അത് മാത്രമല്ല നല്ലോണം പൊഴിച്ചിലും കുറഞ്ഞിട്ടാ. മുമ്പെല്ലാം എനിക്ക് ചെറുപ്പോട് വാരാൻ വേണ്ടി ഭയങ്കര വിഷമമാണ്. കാരണം വെച്ചാൽ ചീകിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോണ്ടെങ്കിൽ എന്നെ പൊരിഞ്ഞ് വരുന്നു, മൊത്തം വരും. അപ്പോൾ പിന്നെ എന്താ പറയുക, ചീകൽ എന്ന് പറയുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ടെൻഷൻ അടിക്കാൻ തുടങ്ങും. അയ്യോ ചീകണല്ല, മുടി ചീകാണ്ട് പോയാലോ എന്നല്ല വിചാരിച്ചിട്ട്. ചീകാണ്ട് പോക്കില്ല, എന്നാൽ പറഞ്ഞതാണ് കേട്ടോ. ഒരു താളത്തിനങ്ങ് വന്നു പോയതാണ്. ഓക്കെ, പിന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഷെയർ ചെയ്ത് തരുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് തലശ്ശേരി പോകാനുണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെറും ഡ്രസ്സ് എടുത്ത് കൊടുക്കലാന്നല്ലേ. എന്താ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കല്യാണം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ കഴിയുമോ? ഷിറുവിൻ്റെ കസിൻ്റെ കല്യാണമാണ്, ഷിറുവിൻ്റെ കസിൻ്റെ മോളെ കല്യാണമാണ്. അങ്ങനെ 2 കല്യാണം ഒറ്റ ദിവസമാണ്. അതുകൊണ്ട് പിന്നെ ഒരു ഡ്രസ്സ് എടുത്താൽ മതി. ഒറ്റ കല്യാണമല്ല, ഒരു ഡ്രസ്സ് എടുത്താൽ മതി. അപ്പോൾ 2 കൂടി പിന്നെ ഒപ്പിക്കുക. ലാഭമായില്ലേ ഷിറുവിന്? പിന്നെ ഷിറു കേട്ടോ ഇപ്പോൾ പറയാം പിന്നെ ഭയങ്കര ലാഭമാണ്. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഇനി തലശ്ശേരി പോയിട്ട് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച്. ഇനി 1 മാസം കൂടി ഉണ്ട് കേട്ടോ കല്യാണത്തിന്. 1 മാസമല്ല, 3 ആഴ്ച ഉണ്ട് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷെ ഇപ്പോഴേ ഞാൻ പോയിട്ട് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേഗം പിന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടുമല്ലോ. മഴ പെയ്യാതിരിക്കാനുള്ള ചാൻസ് ഉണ്ടാവുകൊണ്ട് ഏതായാലും നമ്മളെ അവഞ്ചർ എടുക്കുന്നില്ല, നമ്മളെ ജൂപ്പിറ്റർ എടുത്തിട്ടാവുന്നത്. ഞാനിപ്പോൾ അവഞ്ചർ എടുത്തതാണെങ്കിൽ നല്ല മഴയായിരിക്കുമേ. ഇപ്പം ജൂപ്പിറ്റർ എടുത്തോണ്ട് മഴയൊന്നുമില്ല. അവഞ്ചർ എടുത്ത ദിവസം ഇങ്ങനെ തന്നെ ഞാനെപ്പോൾ റൈഡ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നല്ല 1.5 മഴക്കൂടുങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ മറ്റേ കുടകിൻ്റെ ഇതിൽ കണ്ടിട്ട് നിങ്ങൾ. അപ്പോൾ എന്തായിരുന്നു മഴ, ഒന്നും പറയണ്ട. നല്ല കിടക്കാച്ച് മഴക്കാന്ന് പോയിട്ട് വന്നത്. പുതിയൊരു വലിയ ബ്ലോക്കൊന്നും കാണുന്നില്ല. എന്ന് വെച്ചാൽ പിന്നെ സ്കൂളും ഓഫീസിലെല്ലാം ടൈം കഴിഞ്ഞില്ലേ. ഇപ്പോൾ സമയം 10:45 കഴിഞ്ഞു. ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുക്കണ്ടെന്ന് വിചാരിച്ച് വെച്ചതാണ്. പിന്നെ ഷിറു പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഷിറു പറഞ്ഞ ഏതായാലും ഒരു ഡ്രസ്സ് എടുത്തോടി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പെണ്ണല്ലേ ആദ്യം വേണ്ടെന്ന് 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് ഷിറു പറഞ്ഞപ്പോൾ ഞാൻ ഓട്ടെ ഏതായാലും കിടക്കട്ടെ. കാരണം പെണ്ണുങ്ങന്മാരോട് ഡ്രസ്സ് എടുത്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടെന്ന് പറയുന്നത്. പിന്നെ അതിലേക്ക് പിടിച്ചു വെക്കണം. അല്ലാണ്ട് നിർബന്ധിച്ച് കഴിഞ്ഞാൽ എന്തായാലും വാങ്ങിച്ചു. അതാണ് പെണ്ണിൻ്റെ സ്വഭാവം. ധർമ്മടം പാലം കഴിഞ്ഞപാട് നമ്മളിവിടെ പിന്നെ കല്ലുമ്മക്കായും പിന്നെ അതുപോലെ തന്നെ മുടി ഉറച്ചെല്ലാം കിട്ടലുണ്ട്. അപ്പോൾ നോക്കട്ടെ ഇവിടെ ഉണ്ടെങ്കിൽ കേൾപ്പിച്ചിട്ട് പോകാമെന്ന് തോന്നുന്നു. മുടി ഉറച്ചുണ്ടോ? 150. നിങ്ങൾ എത്ര മണിക്കാ കൂട്ടുക? വൈകുന്നേരം വരെ ഉണ്ടാവോ? എന്നാൽ ഒരു പാക്കറ്റ് എടുത്ത് വെക്കണേ, ഞാൻ പോയിട്ട് വരാം. എടുത്ത് വെച്ചേതായാലും കേട്ടോ. അവർക്കൊരു ഡൗട്ട്, കാരണം ഞാൻ വരൂലേ എന്നുള്ളൊരു ഡൗട്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഉണ്ടെങ്കിൽ എടുത്ത് വെക്കാറ്. നമ്മളെന്തായാലും പറ്റിക്കൂലല്ലോ. തിരിച്ചു വരുമ്പോൾ മിക്കവാറും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഏൽപ്പിച്ചത്. നോക്കാം, അവർ പറഞ്ഞ പോലെ തന്നെ ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പോട്ടെ. ഞാൻ എപ്പോൾ ഉണ്ടല്ലോ തലശ്ശേരി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടീൻസ് ബൊട്ടീക്കിലേ കയറുള്ളൂ. അവിടെ ഇല്ലെങ്കിൽ മാത്രമേ വേറെ ഇല്ലെടുത്ത് നോക്കൂലേ. പക്ഷെ ഇന്ന് ടീൻസ് ബൊട്ടീക്കിൽ പോകുന്നില്ല, സാല ബൊട്ടീക്കിലാണ് വന്നത്.
ഇവിടെ റെഡിമെയ്ഡ്സും ഉണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയലും ഉണ്ട്. ഞാൻ പിന്നെ ഇപ്രാവശ്യം വിചാരിച്ച ഏതായാലും മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന്. കാരണം വെച്ചാൽ കുറേ ആയി റെഡിമെയ്ഡ് തന്നെ ഇടുന്നു. പിന്നെ അതുമാത്രമല്ല, ഒരു ചുരിദാർ അടിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇനിയിപ്പം മാറുമെന്നൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ വിചാരിച്ച ഏതായാലും പിന്നെ മെറ്റീരിയൽ തന്നെ നോക്കാം. മനസ്സിലായിക്കൊണ്ടല്ലേ ഇപ്പോൾ കുറേ മെറ്റീരിയൽ നോക്കി. അപ്പോൾ ലാസ്റ്റ് നമ്മളിത് ഡൈ ചെയ്യാൻ വേണ്ടി തന്നെ തീരുമാനിച്ച് ഈ ഒരു മെറ്റീരിയലാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഡൈ ചെയ്യാൻ വേണ്ടിയുള്ള കളേഴ്സ് ഞാൻ കാണിച്ചത് ഒന്നും പറയാൻ പറ്റില്ല. ഇത് പണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡൈ ചെയ്യാൻ പോകുന്നത്. എൻ്റെ അമ്മായി ഇപ്പോൾ ഡൈ ചെയ്തില്ല, നല്ല അടിപൊളിയാണ്. നമുക്ക് പിന്നെ എന്താ പറയുക, ഇഷ്ടമുള്ള കളർ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത്. ഇത് ശരിക്കും ഫോട്ടോയിൽ കാണുന്നത് ഈ ഒരു ഡാർക്ക്, പക്ഷേ ഈ ഒരു കളറല്ല കേട്ടോ, വേറൊരു കളറിലാണ് വരുന്നത്. അങ്ങനെ മെറ്റീരിയലും ആയി, പിന്നെ കളറും ആയി. പിന്നെ ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡലാണ്. അപ്പോൾ ചുരിദാർ തന്നെ പല മോഡലുണ്ട്. അപ്പോൾ ഏതടിക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഞാൻ ഇതിലെല്ലാം ഒന്ന് നോക്കട്ടെ വിചാരിക്കുക. ഫ്രണ്ട്സ്, അവർ കുറേ കൺഫ്യൂഷനായിട്ട് പിന്നെ ഗൗൺ വേണോ മറ്റോ വേണം അങ്ങനെ എന്തെല്ലാം നോക്കി ലാസ്റ്റ് കൺഫേം ആക്കിയത് ചുരിദാറിൽ തന്നെയാണ്. കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ ഒരു ഡ്രസ്സ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ എന്താ പറയുക വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ടൈം ഉണ്ടായിട്ടില്ല. ആകെ ഒരു ആഴ്ച 10 ദിവസമായിട്ട് ഉണ്ടായിട്ടു. ഇവർക്ക് ടൈം കുറേ വേണം എന്ന് പറഞ്ഞുകൊണ്ട്, കുറേ അല്ല ഏകദേശം എന്തായാലും 2 ആഴ്ച വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചു പോയി. പിന്നെ ഒരിക്കൽ നമ്മളെ ഷെർമിൻ്റെ കല്യാണത്തിന് വന്നേരം പിന്നെ നമ്മൾ ഗ്യാങ് ആയിട്ടല്ലേ വന്നത്. അന്നത്തെ ദിവസം ഒന്നും നടന്നിട്ടില്ല, അതുപോലെ തിരിച്ചു പോയി. ഇന്ന് ഞാൻ വരുമ്പോൾ വിചാരിച്ചു എന്തായാലും ഇവിടുന്ന് തന്നെ എടുക്കണം. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി പ്രത്യേകിച്ച് വേറെ എവിടെ കറങ്ങി തിരിയാനൊന്നുമില്ല. നേരെ വീട്ടിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള മുരി ഇറച്ചി കൂടെ വാങ്ങിക്കണം. എന്നോട് ഇങ്ങോട്ട് വരുമ്പോൾ ഉമ്മ കുറേ പറഞ്ഞതാണ്, ഞാൻ കൂടെ വരാം, നീ എപ്പം പോയിട്ട് എനിക്ക് ഡാർക്ക് കളർ എടുക്കണം, ലൈറ്റ് കളർ ഇപ്പോൾ എടുക്കണമെങ്കിലും മറ്റും. ഉമ്മ എപ്പം വന്ന് ഞാൻ പിങ്ക് അല്ലെ പീച്ച് അങ്ങനത്തെ കളറേ പറ്റുള്ളൂ. ഞാൻ ഡാർക്ക് എന്തെങ്കിലും എടുക്കുമ്പോൾ ദേഷ്യം പിടിക്കും, അത് പറ്റിയില്ല, എനിക്ക് ശരിയില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പം ഞാൻ കുറേ കാലമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് എടുക്കലും ഉമ്മനെ കൂട്ടലില്ല. അപ്പോൾ ഇന്ന് വരുമ്പോൾ ഇങ്ങനെ പീച്ച് കളർ എടുക്കണേ അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഞാനത് വല്ല മുഖവിലക്ക് എടുത്തിട്ടില്ല. ആ പീച്ചല്ല, അത് കുറേ ഞാൻ മുമ്പ് ഇട്ടതാണ്, എനിക്ക് വേണ്ടാതെന്നും പറഞ്ഞാണ് ഞാൻ വന്നത്. പക്ഷെ ഇപ്പം ലാസ്റ്റ് നോക്കും ഏകദേശം അതിനടിച്ചിട്ടുള്ള ഒരു കളർ തന്നെയാണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തത്. ഇതാ പറഞ്ഞു, ഉമ്മയാണ് എന്നെക്കാളും കൂടുതൽ ആഗ്രഹിച്ചത് ആ ഒരു കളറിന് വേണ്ടി. പിന്നെ എനിക്ക് കണക്കാക്കിയത് ആ ഒരു കളറാണ്. അതാണ് എനിക്ക് എത്രയോ ഇഷ്ടമായത്. ആ കളർ കണ്ടപ്പോൾ നല്ലോണം ഇഷ്ടമായി. ഞാൻ വരൂലെന്ന് വിചാരിച്ചിനാ നേരത്തെ. അതെയാ, അല്ല ഞാൻ പിന്നെ ഓരോ സമയത്ത് തിരിച്ചു വരുമ്പോ തീരലുണ്ട്, അതുകൊണ്ട് ഏൽപ്പിച്ചതാ. ഞാൻ കണ്ണൂരാണ്. ആ ശരിയാ. അല്ല ഞാൻ ഇവിടെ പർച്ചേസിന് വന്നതാ, ഡ്രസ് എടുക്കാൻ വേണ്ടി. ആ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് പിന്നെ കണ്ണൂർ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് തലശ്ശേരി തന്നെയത്. അല്ല അധികം എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്താ കണ്ണൂരൊന്നും ഡ്രസ്സിലേക്ക് പിന്നെ തലശ്ശേരി പോയി തന്നെ എടുക്കുന്നു, അതെന്താ കണ്ണൂർ പ്രൊമോട്ട് ചെയ്യാത്തത്? പ്രൊമോട്ട് എന്നല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നല്ലാണ്ട് ഞാൻ കണ്ണൂർ ഡ്രസ്സില്ലാന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് വേഗം കിട്ടുന്നത് തലശ്ശേരി പോയാലാണ്. അതുകൊണ്ട് ഞാൻ വെറുതെ ടൈം കളയേണ്ട അന്വേഷിച്ച് തലശ്ശേരിയിലേക്ക് ചവിട്ടി വിടും. എനിക്ക് എന്തായാലും കിട്ടലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും തലശ്ശേരിയിലേക്ക് തന്നെ വരുന്നത്. കുറേ ആയിട്ടുണ്ടല്ലോ ഉമ്മയൊന്നും ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കല്ലേ. അപ്പോൾ പിന്നെ ഉമ്മ ഇന്ന് ഏതായാലും നിൻ്റെ ഒരു ഫ്രൈഡ് റൈസ് തിന്നാൻ ഭയങ്കര ആശ, അതുകൊണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം. ഇന്നലെ എന്നോട് പറഞ്ഞു, ഞാൻ പിന്നെ തലശ്ശേരി പോയി ഉമ്മയോട് പറയാം. പിന്നെ ഉമ്മ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് മാറ്റുമ്പോൾ എന്തോരല്ലേ. അവിടെ ഞാൻ ഇന്ന് കാലത്ത് തന്നെ പിന്നെ ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ടാക്കി ഇവിടെ അടച്ചു വെച്ചിട്ട് പോയതാണ്. ഉമ്മ തിന്നിട്ടുണ്ട്, രണ്ടത് ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ നേരെ രീതിയിൽ ചൂടാക്കി തിന്നണം, വിശന്ന് പൊരിഞ്ഞു കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തൊക്കെ കുടിച്ചിട്ടല്ലേ വരത്തില്ല. പക്ഷെ ഇന്നെന്താ നമ്മ വലിയ ദാഹമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ വേഗം സാധനം എടുത്തിട്ട് വരണമെന്ന് ഒറ്റ വിചാരം ഉണ്ടായിരിക്കും. ഇപ്പോൾ സമയം ഉണ്ടല്ലേ 7:20 നമ്മളെ മാച്ചുക്കുട്ടൻ 6 മണിയായിരുന്നു സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ. അപ്പോൾ നമ്മൾ രണ്ടാളിപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ ഇറങ്ങിയത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ അനിയ ഷെർബിൻ്റെ വീട്ടിൽ. അപ്പോൾ ഇന്ന് അവരെ വീട്ടിൽ
പിന്നെ നമ്മളെ ഷെർമിക്കല് പുതിയാപ്പിളക്കും എല്ലാം ഒരു പാർട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മളെയും കൂടെ ക്ഷണിച്ചിട്ട് നമ്മൾ രണ്ടാളും കൂടി പോകുന്നേന്ന്. മാച്ചുവിനെ കണ്ട രതി പുഷ്പ നല്ല പുഷ്പ പിന്നെ ഡ്രസ്സെല്ലാം ഇട്ടിട്ടുള്ളത്. മീന ഓക്കെ. പുഷ്പത്തിന്റെ വേറെ ഇല്ലേ, രതി പുഷ്പത്തിന്റെ വേറെ ഡ്രസ്സ് ഉണ്ട്. നമുക്ക് അതിനിടയിൽ ഞാൻ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ടിൽ തന്നെ ഉള്ളത് ഭ്രാന്തായ ഒന്നും തിരിയാത്ത അവസ്ഥയായി. ഓക്കെ, ഇന്ന് നമ്മൾ അഴീക്കോട് നിന്നിട്ട് നാളെ ഇങ്ങോട്ട് വരാന്നെല്ലാം വിചാരിച്ചത്. കാലത്ത് മാച്ചുവിന് ട്യൂഷൻ ഉണ്ട്, അപ്പൊ ട്യൂഷൻ വിട്ടിട്ട് വരാന്നെല്ലാം വിചാരിച്ചത്. നോക്കുമ്പോൾ ഉച്ച കഴിയുമ്പോഴൊക്കെ ഉണ്ട് ഉമ്മാക്ക് ഭയങ്കര ക്ഷീണം, പനി വരുന്ന പോലെയെല്ലാം തോന്നുന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ പിന്നെ ഈ ഒരു കയ്യാണ്ടിക്കുമ്പോൾ വേറെ ഉള്ളിടത്ത് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടാവൂലേ, അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച ഏതായാലും ഇന്ന് തന്നെ തിരിച്ചു വരാം. ഇന്നിനിപ്പോ എന്തായാലും 11 മണിയെല്ലാം കഴിയാൻ വേണ്ടി നമ്മൾ ഇന്നേക്ക് തെരഞ്ഞെടുത്ത തന്നെ എന്താ പറയാ രാത്രി കുറച്ച് ലേറ്റ് ആകുന്നവരെ നിന്നിട്ട് ഒച്ചപ്പാടലാക്കിയിട്ട് വരാൻ വിചാരിച്ചിട്ടാണ്. പക്ഷെ അതിങ്ങനെയായി. നമ്മളുണ്ടല്ല വണ്ടി അവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് വീട് കേട്ടോ, നടക്കേണ്ട ദൂരമുള്ളൂ. അല്ല ഇങ്ങനെ ആക്ക്. എല്ലാവരും വ്ളോഗാണ് ഓടി നോക്കിയാട്ട് എന്തിന്നാടാ ഇത് അസ്സലാമലൈക്കും. അത് ഓടുന്ന എല്ലാം ഓടുന്ന. നമ്മളെ ഷംനാൻ്റെ സ്പെഷ്യൽ ബീട്രൂട്ട് പുഡിങ്ങും പിന്നെ കസ്റ്റേർഡ് പിന്നെ മാങ്ങ ബത്തക്ക. ആ അമ്മോ എന്ത് ആ അതന്നെ അറിയോ അതിന് നമ്മളെ നാണിക്കുന്ന പേപ്പള ഭയങ്കര നാണാണ്, എല്ലാം ആക്ടിങ്ങാന്ന്. ആ ഏതായാലും നിങ്ങൾ തിന്നോപ്പാ, ഞാൻ പോയി. ആ എഴുതേണ്ട ആപ്പാന്റെ മടിയിലിരുന്നിട്ട് മാസി ഫുൾ കത്തിയടിയാന്ന്. ഏത് നിമിഷം അതുവരെ ഓർമ്മയില്ലേ എനിക്ക്, തള്ളി മറിക്കാന്ന്. ഷർബി ഉരുകിപ്പോയി. അയ്യോ കൈവിട്ട് പോയേ ഇവിടെ ഇപ്പൊ കൺഫ്യൂഷൻ ആയിട്ടുള്ളത് ആപ്പ മാസിന്റെ കൂടെയാണോ അതോ മാസി ആപ്പാന്റെ കൂടെയാണോ നടക്കുന്നുള്ളത്. എനിക്ക് പരമായ സംശയം മാസി ആപ്പാന്റെ കൂടെ കൂടിയതിനു ശേഷമാണ് ആയത്. അതന്നെ അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിലെത്തി. അഴീക്കൊടുന്ന ഒറ്റച്ചാട്ടം മടക്കറിലേക്ക്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങാൻ നേരമാകുമ്പോഴേക്കെന്ന് പറയുന്നത് കറണ്ട് പോയി, മൊത്തം ഇരുട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഉമ്മ വിളിച്ചിട്ടാണ്, ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുവരെ പൂക്കാക്ക ഉണ്ടായിന്. അപ്പോൾ പൂക്കാക്ക ഞാൻ 11 മണിയാകുമ്പോഴേക്ക് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഉമ്മ പറഞ്ഞ പോലെ 10:45 നീ പൊയ്ക്കുമെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ 11 മണിയായി. പിന്നെ ഉമ്മ വിളിച്ചിങ്ങനെ എന്താ പറയുക ബേജാറായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ട് വേഗം വാ എന്നെല്ലാം പറയും. പിന്നെ എനിക്കും ആകെ ടെൻഷനായ കാരണം വെച്ചാൽ രാത്രിയല്ലേ ഇപ്പോൾ കറണ്ടല്ലോ. അവിടെയും കറണ്ട് പോയപ്പോൾ എനിക്കും പേടിയായി. ഇവിടെ വിളിച്ച് ചോദിച്ചാൽ പറയും ഇവിടെയും കറണ്ടില്ല. ഓ പിന്നെ ആകെ ടെൻഷനായി. ഒറ്റ ഓട്ടമായിരുന്നു, ഒറ്റ വിട്ടില്ല. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ ഇവിടെ എത്തുമ്പോൾ കറണ്ട് വന്നിന്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.